പ്രോഗ്രാം കലക്കി. നിങ്ങൾക്ക് 3 പേർക്കും കുറച്ചു നാളത്തെ ഗ്യാപ്പ് വന്നെങ്കിലും അതൊന്നും പെർഫോമൻസിനെ ബാധിച്ചില്ല. എനിക്ക് തൃപ്തിയായി മക്കളെ. നിങ്ങളെല്ലാം എൻ്റെ അടുത്തുള്ളപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. പക്ഷേ നിങ്ങൾ ഉടനെ മടങ്ങാന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു അച്ഛോ, അച്ഛനെ കണ്ട് യാത്ര പറയാൻ പുറത്ത് കുറെ പേര് കാത്തുക്കുക. അതിന്റെ ഇടയിൽ അച്ഛന്റെ സെന്റിമെന്റ്സ് ഒന്ന് മതിയാക്കച്ചോ. എക്സ്ക്യൂസ് മീ ഫാദർ. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാർട്ടി കൺഗ്രാലേഷൻസ്. വരവ് വെച്ചിരിക്കണു. ആരാ മനസ്സിലായില്ലല്ലോ. ഫാദറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പഴയ പാലത്തുങ്കൽ. പഴയ പാലോ? അതേത് പാലാ? വെണ്ടുരുത്തി പാലാ? അയ്യോ, പാലമല്ല ഫാദർ, ജോസഫ് പാലത്തുങ്കൽ. ഓർക്കുന്നില്ലേ? UC കോളേജിൽ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിടികിട്ടിയില്ലേ? അത് പുട്ടുകുറ്റി, അന്നത്തെ ഇരട്ടപ്പേരാ. ഫാദറിന് കിട്ടുന്ന പേര്. ഓ, പുട്ടുകുറ്റി. പഴയ നമ്മുടെ പാലത്തുങ്കൽ ജോസുട്ടി. ഇപ്പൊ പിടികിട്ടി. എടാ കേമ, നീ ആളങ്ങോട്ട് തെളിഞ്ഞു പോയല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വിയൂർ സെൻട്രൽ ജയില. എന്റെ കർത്താവേ, മോനെ ജോസുട്ടി, നീ എന്ത് കുറ്റം ചെയ്തിട്ടാ ജയിലിൽ പോയത്? അല്ല അച്ചോ, ഞാൻ... വേണ്ട, ഒന്നും പറയണ്ട. സത്യം പറ. 10 പ്രമാണങ്ങളിൽ ഏതാ നീ തെറ്റിച്ചത്? അന്ന് ഞാൻ നിന്നെ ഒരുപാട് ഉപദേശിച്ചതാ, പക്ഷെ നീ കേട്ടില്ല. പരോളിൽ ഇറങ്ങി കുമ്പസാരിക്കാൻ വന്നതായിരിക്കും അല്ലേ നീ വന്നേ? അച്ചോ, ഞാൻ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാ, ജയിൽ സൂപ്രണ്ട്. ഈശോയെ, ഞാൻ വല്ലാതെ നിന്നെ തെറ്റിദ്ധരിച്ചു. സോറിട്ടാ. സാരല്ല അച്ചോ, പ്രോഗ്രാം ഗംഭീരമായി. പ്രത്യേകിച്ച് ഇവരുടെ മിമിക്രി വളരെ നന്നായി. താങ്ക് യു സർ. നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടപ്പോ ജയിലിലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് മിമിക്രിയും പ്രത്യേകിച്ച് ഉണ്ണി, ജിമ്മി, മനോജ് എന്നിവരുടെ ഒരു സ്കിറ്റും കൂടി ഉൾപ്പെടുത്തിയാലൊന്നും ഒരു ആഗ്രഹം. അല്ല, അന്ന് നിങ്ങൾക്ക് വേറെ ബുക്കിംഗ് ഒന്നുമില്ലല്ലോ? ബുക്കിംഗ് ഒന്നുമില്ല. അതല്ല പ്രശ്നം. ഇവര് ദുബായിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നവരാ. ഇവരെ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രോഗ്രാം വളരെ ബുദ്ധിമുട്ടാണ്. അച്ചോ, ഇവരും കൂടി ഉള്ളതുകൊണ്ടാ ഈ പ്രോഗ്രാം തന്നെ ഞാൻ തീരുമാനിച്ചത്. ഇവർക്കൊന്നും അസൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്താ ഉണ്ണി? അല്ല, ഈ ജോസുട്ടിയുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തൂടെ? നിങ്ങൾ എന്ത് പറയുന്നു? അച്ഛന്റെ ഒരു സ്റ്റുഡന്റ് വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോ നമുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലടാ ജിമ്മി? തീർച്ചയായും നമുക്ക് ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കളെ. ഈ സിറ്റി ഭയങ്കരമായിട്ട് മാറിപ്പോയി അല്ലേ? അതെ അതെ അതെ. ഇതെന്ത് മാറ്റം? എന്റെ മാറ്റമല്ലേ ഭയങ്കര മാറ്റം. ഞാൻ പണ്ട് ഫോർട്ട് കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ജെട്ടിക്കടുത്തേക്ക് താമസം മാറ്റി. അയ്യേ, ബോട്ട് ജെട്ടി 25 കിലോമീറ്ററിലെ മാറി കിട്ടിയത്. നിന്റെ ചെലക്കലിന് ഒരു കുറവുമില്ല. വണ്ടി ഓടിക്കുമ്പോ ചെലക്കണമെന്ന് അച്ഛൻ പറഞ്ഞേക്കണത്, അല്ലെങ്കിൽ ഡ്രൈവർ ഇറങ്ങി പോവും. ഉണ്ണി ഒന്ന് നിർത്തിക്കേ. ഉണ്ണി, നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെ പണ്ട് കാദർബായുടെ ആൾക്കാർ നമ്മളെ ഓടിച്ചിട്ട് അടിച്ചത് ഇവിടെ വെച്ചല്ലേ? അതെ അതെ. അന്ന് അടി കിട്ടിയത് മുഴുവൻ സാബുവിനായിരുന്നു. അപ്പൊ നിനക്ക് കിട്ടിയതാ? ഞാൻ ബോഡി കൊണ്ട് ബ്ലോക്ക് ചെയ്തു. മതി മതി, എല്ലാവർക്കും തല്ല് കിട്ടി. സമാനമല്ലോ. സത്യം പറഞ്ഞ സാബും കൂടെ നമ്മുടെ കൂടെ വേണ്ടതാ. വീണ്ടും തല്ലുള്ളൂ. അവനിപ്പോ പഴയ ആളൊന്നും അല്ല, ഡീസന്റാ. നിന്നെ പോലെ അല്ല. വൈഫാ? ആരുടെ? സ്വന്തം വൈഫാ. ഹായ് നാൻസി, എന്തുണ്ട് വിശേഷം? അല്ല, ജിമ്മി വരുന്നില്ലേ? അതോ നാട്ടിൽ തന്നെ കൂടാനാണോ പ്ലാൻ? ദേ, മറ്റന്നാൾ ലീവ് തീരാ. അതെ, ഒരു 2 ദിവസം കൊണ്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. നീ ആ രാജേഷിനെ വിളിച്ച് പറഞ്ഞേക്ക്. പിന്നെ മോളെവിടെ? അവൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഡാഡിയെ കാണാത്തിന്റെ പിണക്കത്തില്ല. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ. ഇത് ഏത് ഫോണാണ്? കൊള്ളാല്ല. ഇത് വോഡാഫോണാ. എന്റെ കേടാ ഫോണാണ്. കേടാ ഫോൺ കിടന്ന് കരയുണ്ട്. ചില മാക്കറി വിളിക്കുന്ന പോലെ. ഹലോ, എന്താടോ? ഞാൻ പറഞ്ഞു വിട്ട്. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ. വേഷം കെട്ടെടുക്കാണ്ട് പരിപാടിയെങ്കിലും തന്നെ മുട്ടയാലൊടുക്കും ഞാൻ. വന്നി ആരായിരുന്നു? വാപ്പയെന്ന്. വീട്ടിലിങ്ങനെ വേലക്കാരനെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടമില്ല. സുഖമില്ലാത്ത ഉമ്മാനെ നോക്കാൻ വന്ന വേലക്കാരിയെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടു. എന്തിന്? വേലക്കാരി അല്ലാതെ എന്റെ ബാപ്പനെ പറഞ്ഞു എനിക്ക് പറ്റുമോ? മനസ്സിലായില്ല. ഇങ്ങനെ പോവേണമെങ്കിൽ വേലക്കാരുടെ കൊച്ചിനെ ഞാൻ അനിയ എന്ന് വിളിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇതോടെ യോഗം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കൊച്ചിൻ കലാദർശനയിലെ സീനിയർ ജൂനിയർ കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന മാജിക്കൽ മിമിക്സ് കോമഡി നൈറ്റ് ആരംഭിക്കുകയാണ്.
ബ്ലഡി സിമ്പിൾ. ഒരു സെക്കൻഡ്. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കഥ പറയാൻ വന്നൊന്നുമല്ല. കാർത്തികൻ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, ഗുരുജനങ്ങളെ, 7ാം പ്രാവശ്യം തുടർച്ചയായി ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതീവ നന്ദിയുണ്ട്. ഈ ക്ഷേത്ര ഇനി വന്ന് ടെസ്റ്റ് ചെയ്യണം. പ്രസിഡന്റിനെ ടെസ്റ്റ് ചെയ്യാൻ മാത്രം നീ വന്നോ? സമ്മതിച്ചു, ഞാൻ അല്പം അടിച്ചിട്ടുണ്ട്. ഇനി അടിക്കും. അത് ടെസ്റ്റ് ചെയ്യാൻ മൈക്ക് ടെസ്റ്റ് ചെയ്യണം. അത് ശരി. എടാ, വാദ്യക്കാര് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. എവിടെ കാതികൻ? ഇപ്പൊ എത്തും. ഇപ്പൊ എത്തുന്നു പറയാൻ തുടങ്ങിയിട്ട് നേരെ അതല്ല ചേട്ടാ, കുറച്ച് പൗഡർ വേണം. എടാ, തബലക്ക് എന്തിനാടാ പൗഡറും ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ? വേണ്ട, കുറച്ച് ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കാം. എന്താ ചേട്ടാ? കാതികൻ എവിടെടാ? നമസ്കാരം, ഞാൻ ഓച്ചിറ ഓമന കാതികൻ വെട്ടിക്കുഴി വാസുവിന്റെ ഭാര്യ. ഈ കാതികൻ എവിടെടി? വാസുവേട്ടൻ കള്ളുഷാപ്പില, അല്ല ആശുപത്രിയില. തല കറങ്ങി വീണു. 2 ദിവസം റെസ്റ്റ്. ഈശ്വര, ഇനിയിപ്പൊ കഥ അവതരിപ്പിക്കുന്ന പേടിക്കണ്ട, ഞാൻ കഥ പറയാം. കഥ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോവൂന്ന് നീ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ട് മതി കഥാപ്രസംഗം. അതെന്തിനാ? അതൊക്കെ ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യമില്ല. നീ കഥ പറയടി. കലാസ്നേഹികളെ, അമ്മമാരെ, അച്ഛന്മാരെ, യുവാക്കളെ, യുവാക്കളെങ്കിലും നീ ഒന്ന് വിട്ടുപിടിക്കണേ. എന്റെ കഥയുടെ പേര് വാസവദത്ത. നിനക്ക് പറ്റിയ പേര്. നോക്കി പേടിപ്പിക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നീ കഥ പറയടി. എന്റെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാണ്. മാമലകൾക്കപ്പുറത്ത് മലരകപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അവിടെ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടാവേ. നീയല്ല ഉരുപ്പടി. ആറാട്ടം നടത്തും, എന്റെ അപ്പുറം ഉള്ളത് നടത്തും. കഥ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകുന്ന ആദ്യം ഇവിടെ എനിക്ക് എഴുതി ഒപ്പിട്ടത്. എന്താ ചേട്ടാ ഇത്? കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ ഒപ്പിട്ട് തരണം. എന്താ കാര്യം അറിയണോ നിനക്ക്? ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. അതെന്താ? 7 വർഷം മുമ്പ് ഇതേ വേദിയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വന്ന വെട്ടിക്കുഴി വാസുവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ എന്റെ ഭാര്യയാണ് ഇത്. അടുത്തതായി കുമാരി വൃന്ദ സംഘം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. സ്റ്റേജൊക്കെ പൊളിച്ചിടും. നന്നായിട്ട് ചെയ്യണം. ടച്ച് വിട്ടതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സംഗതി ഏറ്റു ഇല്ലേ? എന്നാലും 1-2 സ്ഥലത്ത് നീ ഡയലോഗ് തപ്പി. എങ്ങനെ തപ്പാതിരിക്കും? ഇവന്റെ മുഖത്ത് നോക്കി ആകെ ഷോക്ക് അടിച്ചതുപോലെ. അവന്റെ ഒരു ലുക്കും ചിരി നോട്ടവും. പിന്നെ ദുബായിക്ക് പോകുമ്പോ ഇവനെ കൂടെ കൊണ്ടുപോയിക്കോ. വല്ല കാട്ടറവേളിലും മുന്നിൽ പെടാൻ നോക്കണം. അയ്യോ, തൊലഞ്ഞു പോവും. അതേടാ, കാസർഗോഡ് ഖാദർ ഭായിയുടെ മകൻ കാസിം ഭായ്. കൊല്ലം കുറച്ചധികമായി. നിന്നെയൊക്കെ ഒന്ന് കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്റെ ബാപ്പയെ എന്നെ നശിപ്പിച്ച നായിന്റെ മക്കളെ നീയൊന്നും ഇനി പുറലോകം കാണില്ലടാ. കാസിം ഭായ്, മര്യാദയുടെ ഭാഷയെ പറയാ. അവനെ വിട്ടിട്ട് പോ. ഇല്ലടാ, എന്റെ ജീവിതം തകർത്ത നിങ്ങളെ കൊണ്ട് ഞാൻ പോകൂ. ഇത് കാസിം ഭായിയുടെ സാമ്രാജ്യമാ. സൂപ്രണ്ടിന്റെ വിവരം അറിയിക്കാം. വേഗം വേഗം. ഇതൊരു പുതിയ ഐറ്റം ആണ്. ഇതിന്റെ പേരാണ് കേട്ടാ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൈറ്റ്.
ഞാനല്ല അറിയാണ്ട് നിന്നെ കൊല്ലണം. എവിടെയാണ് സാർ? നീ ഓർമ്മിച്ചോ നീ സ്വപ്നം കണ്ടതാ. ആരും വെടിവെച്ചാലാ ടയറിന്റെ വെടി തീർന്നതാ. പെട്ടെന്ന് ടയർ മാറ്റിയിടാൻ നോക്കും. ഇനി പഞ്ചറൊട്ടിക്കുന്ന കാശ് ഞാൻ ഏത് കണക്കിൽ അതൊക്കെ എഴുതാം? പിന്നെ ആലോചിക്കാം. ഒരു ചായ കുടിച്ചാലോ? വാ, വാ. ആ ചായ കുടിക്കാനുള്ളവർക്കൊക്കെ വരാം. ഇന്ന് ആരാണ് ഇവ കണി കണ്ടത്? നിന്റെ ആ വാപ്പയായിരിക്കും. ചെറുത്താൻ കാശും പായുടെ ഇടിയും കൊണ്ട് വണ്ടിയുടെ വെടിയും തീർന്നു. ജിമ്മി അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അടുത്തെങ്ങും ചായക്കട കാണുന്നില്ലല്ലോ. വാ. ഇതിപ്പോ നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ? കൊച്ചിയിലെത്തിയ പൈയുടെ തട്ടുകടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ. ദോശയല്ല അപ്പം. വെളുപ്പാങ്കാലത്ത് ഒരുമാതിരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടല്ലോ. ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാർഡന്മാര് നന്നായിട്ട് സൽക്കരിച്ചു. ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു കൊടുത്തു. ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി ചക്കര അത് കണ്ടോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു. മാറിക്ക. ഏതാടാ നീയൊക്കെ? ഇവളേതാ? എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ അതെ, സാർ. അതെ, ഈ എങ്ങനെ ഉറക്കം വരുവാടാ? അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്? കേരള വണ്ടിയിലെ സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ, പരിപാടിയും കഴിഞ്ഞ് വരികയാണ്. കേരള വണ്ടിയിലെ ഇനി ഉള്ള സത്യം പറയാമല്ലോ. ഞങ്ങള് ജയിലിൽ നിന്ന് വരിക. വീണ്ടും തുടങ്ങിയല്ല. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി അതാണാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് ഐ മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റാ. കലാദർശന. കലാദർശന. എന്താ ആർട്ടിസ്റ്റ്? ഫീമെയിൽ ആർട്ടിസ്റ്റ്. അതെ സാറേ, വിശ്വാസം പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു. അല്ല സാറേ, സാറ് കാര്യം ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചു. എന്താ സാർ? വേണ്ട. ഇതേപോലൊരു കേസ് ഈ സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിയിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊപ്പി തെറിപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കുക നീയൊക്കെ. തങ്കമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്. മുമ്പൊരിക്കലേ CSR ഇവളെ പൊക്കിയിട്ടുണ്ടോന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണ. എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കും പരിശോധിക്കണം. ശരി സാർ. സാറേ, അത് വേണോ? ഇത് വേണടാ. വേണ്ട. ഈ തങ്കമ്മ സാറ് വിവാഹിതയാണോ? 1-2 ആലോചന വന്നതാ. പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ട. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും സാറേ, തങ്കമ്മ സാറിന് കുറവാണ്. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ അക്ഷരം വേണ്ടി പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ? പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, എന്റെ സാറേ, പിടിക്കണോ? കുറച്ച് വെള്ളം എടുത്തോളൂ. തങ്കു പറ മോളെ, നിനക്ക് എന്ത് പറ്റി? അവൾ നിന്നെ വല്ലതും ചെയ്തോ? ഞാൻ പറയാം. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു ഇല്ലേ?
സുഖാണോ മോളെ? ഹലോ 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 എന്താണ് മനുഷ്യനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ ഇത് കണ്ടോ? എന്ത്? ഈ പത്രം കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഓടാൻ തുടങ്ങിയതാ. ഈ ഓട്ടം ഞാൻ കോമൺവെൽത്തിൽ ഓടിയിരുന്നെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയതേ. ജിമ്മി 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 മനോജ്, ശല്യമായല്ലോ. എന്താണ് ഇത്? നിന്നെ കുറക്കില്ലെന്ന് വെച്ചാ ഞാൻ വെളുപ്പിന് വന്ന് കിടന്ന് ഉറങ്ങിയതാ. ഇനി ആരും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോണില്ല. ദാ ഇത് കണ്ടോ? ഏത്? ഓ, ഇതാണോ കാര്യം? അവൻ ചാകട്ടടാ, ഇവനൊക്കെ ചാകേണ്ടവനാ. എടാ, അതൊന്നും അല്ല വിഷയം. കാസിം ഭായിയുടെ കൊലപാതകത്തിൽ കലാദർശനക്കാരൻ സംശയം ഉണ്ടെന്ന്. താടിക്ക് തീ പിടിക്കുമ്പോഴാ ഇവിടെ മറ്റുള്ളവന്റെ മനസ്സ് പോകുകയാ. പണ്ടേ അവനെയൊക്കെ തട്ടേണ്ടതായിരുന്നു, വൈകിപ്പോയി. മതി മതി, തീർന്നു തീർന്നു. ഇവിടെ പഠിക്കലും വേണ്ട പഠിപ്പിക്കലും വേണ്ട, എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. നാളത്തെ പ്രോഗ്രാമിൽ 5 ജോഡി ചെലങ്ക വാങ്ങിച്ചു. ചെലങ്ക ഒടുക്കത്തൊരു ചെലങ്ക. എന്തിനാണ് ചെലങ്ക? നീ മൊബൈലിൽ കൂടെ ആൾക്കാരോട് കൊഞ്ചി കുഴയല്ലേ? തബലക്ക് ചോറ്? എന്താ ചോറ് പോയിട്ടാ നിക്കണേ? പിന്നെയാണ് തബലക്ക് ചോറ്. ആ നീ ഇങ്ങോട്ട് വരെ, നിന്നെ ഞാൻ കളഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനും? ആ എന്റെ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? എന്തത് ഇടിവെട്ടുണ്ടാ? എവിടുന്ന് ഈ ശബ്ദം കേക്കണേ? ആ അത് ശരി. ഓഹോ, ആ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാട്ടാ. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഇനി നീ വരുത് എന്റെ അടുത്ത്. ഇതെവിടേക്ക് ഈ പോ? അത് ശരി. അപ്പൊ തവല ഡക്കനെ കല്യാണം കഴിച്ച അന്നപ്പ അത് നിന്നെ ഞാനേ ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല. എല്ലാവരും ഇറങ്ങിക്കോട്ടോ. ഇത് എവിടെങ്കിലും കൊണ്ട് ഞാൻ കുളിച്ചു. അച്ഛോ, സമാധാനായി. അച്ചോ, എന്താ നിന്റെ പേര്? ഞാൻ അച്ഛന്റെ ഷിറ്റിയല്ലേ. ഇത് നമ്മുടെ ഓഫീസ് ദർശന. അച്ഛോ, എന്തു പറ്റി അച്ഛോ? ഞാൻ ചത്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്തയല്ലേ പത്രത്തിൽ വന്നുള്ളൂ. മതിയല്ലോ. നിങ്ങൾ കാസിംബായും തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്ത് പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടി ചാവും. അതാ നല്ലത്. അച്ഛന്റെ മുഖത്തിനെ നേരത്തെ തന്നെ ക്യാമറ വീശില്ല. ഞാൻ നിന്നെ കൊല്ലുള്ളൂ. ഇവന് വിവരമില്ല. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ഛോ? കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം മനസ്സിലായില്ലല്ലേ? കൊച്ചുവെളുപ്പാങ്കാലം തൊട്ടുള്ള വിളിയാ. കാസിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് അല്ലേ? ഉവ്വടാ, പേടിക്കണ്ട. നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ ഒരു ഉരുട്ടല്ലേ? എന്തിനാ? നിനക്കൊക്കെ കണ്ടു രസിക്കാനാ? ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ. അത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? 9/16 വെളുപ്പിനെ 6:30 മണിക്കാണ് എന്റെ ജനനം. ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ? ആ ജിമ്മി. ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങി വെച്ചോ. ഇല്ല ഇല്ല
ഞങ്ങൾ കാസിമെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ കൊന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ കാസിമെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല സാറേ, ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വിട്, വിടാൻ. ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താണ്? ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. സാറേ, ഞങ്ങളുടെ കാശും ബാഗ് കൊന്നത് ആരായിരുന്നാലും ആ നമുക്കിനെ വെറുതെ വിടരുത്. കൊന്നതിന് ഇവിടെ തന്നെ ഉണ്ട് സാർ. മാറിക്കണം. സാറേ, കളി ഞങ്ങൾ രാഷ്ട്രീയ തടവോട് വേണ്ട സാറേ. ഭായിയുടെ ചോദിക്കും ഞങ്ങൾ പലരും ചോദിക്കും. പകരം പിന്നെ ചോദിക്കാം. അങ്ങോട്ട് മാറും. ചത്താല് ഇവനെ പോലുള്ളൊരു സ്വൈര്യം തരൂല.